ഇന്നത്തെ ഞാനൊരു കുക്കിംഗ് വീഡിയോ കാണിക്കാൻ പോകുന്നത് ഞാൻ പ്രോൺസിൽ നിന്നൊന്ന് വ്യതിചലിച്ച് ഇപ്പോൾ മട്ടണിലാണ് ഇന്നത്തെ പരീക്ഷണം. മട്ടൺ നമ്മളതിലേക്ക് ആഡ് ചെയ്യുവാണ്. റെഡിയാക്കി വെച്ചിരിക്കുന്ന തനിപ്പാൽ ചേർക്കുവാണ്. ആര്യ വന്നിട്ടുണ്ട്, ഞാൻ ആര്യ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ. ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. അപ്പം ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് എന്തുമായിരിക്കും ഒരു കുക്കിംഗ് പരിപാടി കാണിക്കേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്മസിനൊക്കെ അപ്പം എല്ലാവരും കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പാലപ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലപ്പം. ഇങ്ങനെ സൈഡൊക്കെ മുരിഞ്ഞ് നല്ല പാലപ്പം. നമ്മൾ പാലപ്പത്തിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുരിയുമായിരിക്കും എന്നാണ് ഒരു വിചാരം. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ളത് സ്റ്റ്യൂ ആണ് അപ്പത്തിൻ്റെ കൂടെ. അപ്പോൾ അത് ചിലപ്പോൾ എഗ് സ്റ്റ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടാറ്റോ സ്റ്റ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ മട്ടൺ സ്റ്റ്യൂ ആയിരിക്കും. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു മട്ടൺ സ്റ്റ്യൂ ആണ്. നമുക്ക് മട്ടൺ സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഓഫ് കോഴ്സ് മട്ടൺ വേണം. ഞാനൊരു 1.5 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 സവാള, കുറച്ച് കറിവേപ്പില, ഏകദേശം ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ്, ഒരു 5-8-10 പിന്നെ പച്ചമുളക്, ഇഞ്ചി നന്നായിട്ട് ചതച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, കടുക് വേണം, ഉപ്പ് വേണം, ഇത് 2-ാം പാല്, തനിപ്പാൽ, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മട്ടൺ കറി ഉണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാം ആദ്യം തന്നെ റെഡിയാക്കി സെറ്റാക്കി നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. അതാണ് കുക്കിങ്ങിന് ഏറ്റവും എളുപ്പം. നമുക്ക് ആദ്യം തന്നെ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുക് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടില്ല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ കടുക് താഴെ പോകാൻ പാടില്ല എന്ന് പറയുന്നത്? വീട്ടിൽ വഴക്കുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി ഒരെണ്ണം താഴെ പോയിട്ടുണ്ട്. സാരല്ല, ഒരു വഴക്കായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കടുക് താഴെ പോയി ഗൈസ്. ഓക്കെ, ഞാൻ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കടുക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടുക് ഇട്ടു. കടുക് ഇതാ പൊട്ടിത്തെറിക്കുന്നു. അമ്മ എൻ്റെ അടുത്ത് അപ്പുറത്തെ മുറിന്ന് ഇപ്പുറത്ത് ഒന്ന് പറഞ്ഞു, മട്ടൺ സ്റ്റൂ അന്നീ ഉണ്ടാക്കുന്നത്, മട്ടൺ കറി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അടുത്ത പ്രാവശ്യം നമുക്ക് മട്ടൺ കറി ആക്കാം. കറിവേപ്പില, ഇത് നമ്മൾ ഫ്രഷ് പറിച്ച കറിവേപ്പിലയാണ്. നമുക്ക് പിന്നെ ലാസ്റ്റ് ഇടാം. ഓക്കെ, ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും ഇടണം. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് വഴട്ടാം. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ കണക്ക് ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? ഇഞ്ചിയും പച്ചമുളകും ജസ്റ്റ് ഒന്നായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 സവാള ഉണ്ട്. നോക്കട്ടെ ഞാൻ. ഓക്കെ, ഞാനിത് ഫുൾ ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഒരു 8 സവാള മതിയെന്ന് തോന്നുന്നു. ഇതൊരു 2 സവാള കാണും. അത് നമുക്ക് മാറ്റാം. ആ മട്ടൻ്റെ ക്വാണ്ടിറ്റി 1.5 കിലോ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ വേണ്ട, ഇത് മതി എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതിലേക്ക് വേഗം വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആക്ച്വലി നമ്മൾ മട്ടൺ വേവിക്കുന്നതിനകത്ത് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ആക്ച്വലി ഒരു 2-3 പച്ചമുളകും കൂടിയൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഇഞ്ചിക്കും ആക്ച്വലി നല്ല ഘ്രാണമുണ്ട്. പിന്നെ ചില ആൾക്കാരെല്ലാം സ്റ്റൂ ഉണ്ടാക്കുമ്പം അതിൽ വെളുത്തുള്ളി യൂസ് ചെയ്യും. ഇവിടെ അമ്മയും സന്ധ്യയൊക്കെ വെളുത്തുള്ളി യൂസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നല്ലേ? ഞാൻ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴണ്ട് റെഡി ആവട്ടെ. നമ്മളൊന്ന് അടച്ചു വെച്ചു. ബിക്കോസ് ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി. ഞാൻ നേരത്തെ കാണിച്ചത് അല്ലാതെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം നല്ല വെളിച്ചെണ്ണ കിടന്നില്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ അടച്ചു വെച്ചാണ്
ഒരുപാട് വലിയ തീയിലല്ല, തീരെ സിമ്മിലും അല്ല, കുറേ സമയം എടുക്കും. ഒരു മീഡിയം ഇതിനെക്കാട്ടിലും കുറച്ച് മുകളിൽ വെച്ചിട്ട് ആ ഫ്ലെയിമിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ ആണെങ്കിൽ 8-ലൊക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് ഞാൻ ഈ ഉള്ളിയും ഉരുളൻകിഴങ്ങും കൂടിയാണല്ലോ ഇട്ടത്. ഉരുളൻകിഴങ്ങ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചൊന്നും എടുക്കാറില്ല സ്റ്റൂ ഉണ്ടാക്കുമ്പം. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങിന് ഞാൻ ഉള്ളി ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ സമയമായോ എന്ന് തീരുമാനിക്കുന്നു. ഉരുളൻകിഴങ്ങിനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കും. അപ്പോൾ ആ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ബാക്കി കുക്കിങ്ങിൻ്റെ സമയത്ത് അത് ഫുൾ ഫ്ലെഷ് വെന്തോളും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്ക് സമയമായിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന എന്തൊക്കെയാണ്, ആദ്യം വെളിച്ചെണ്ണ ഇട്ടു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പൊട്ടറ്റോയും ഇട്ടു. ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇടാൻ പോവാം. ആക്ച്വലി എടുത്തിരിക്കുന്ന മട്ടൺ എന്ന് പറയുന്ന ഒരു 1.5 കിലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3-4 സ്പൂൺ മല്ലിപ്പൊടി റഫ്ലി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നിൻ്റെയും കണക്കൊന്നും അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. ഒരു സ്മെല്ലൊക്കെ വെച്ച് ഞാനങ്ങ് ഇടുക. ഒരു 5 ടീസ്പൂണൊക്കെ ഞാൻ ഇട്ടു കേട്ടോ മല്ലിപ്പൊടി ഏകദേശം. ആക്ച്വലി എനിക്ക് മല്ലിപ്പൊടീൻ്റെ ആ മണം ഇഷ്ടമാണ്. പണ്ട് ഞങ്ങൾ ബോംബെയിലുണ്ടായിരുന്നപ്പം അമ്മ നാട്ടിൽ നിന്ന്, ഇപ്പം എറണാകുളത്തും അങ്ങനെ തന്നെ, നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചതൊക്കെ കൊണ്ടുവരും. മലയാളികൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് പേരുടെ അമ്മമാരൊക്കെ അബ്രോഡിലൊക്കെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ കൊടുത്തു വിടുമായിരിക്കും. അപ്പം ഞാൻ ബോംബെയിലുള്ളപ്പം അച്ഛനും അമ്മയും എപ്പോഴാണോ അവർ ആരെങ്കിലും അങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ സാധ്യതയുള്ള അപ്പോഴത്തേക്കും അവർ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടാക്കിയത് ഫ്രഷായിട്ട് കൊടുത്തു വിടും. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും, നീ എന്തു ഈ മല്ലിപ്പൊടിയാണോ ഇവിടെ കലക്കി കുടിക്കുന്നത്, ഇത്ര പെട്ടെന്ന് നിൻ്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയും തീരുന്നതെന്ന്. നമ്മൾ വീട്ടിൽ ചേട്ടനൊക്കെ നോൺ വെജ് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ അധികവും നോൺ വെജിറ്റേറിയനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരുപാട് ചിലവാകുമല്ലോ. അടിയൊക്കെ കൂട്ടി നല്ലോണം ഇളക്കി മല്ലിപ്പൊടിയുടെ സ്മെല്ലൊക്കെ പോയി. ഇപ്പോൾ ആക്ച്വലി ഇതിൽ നമ്മൾ അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് മട്ടൺ ആഡ് ചെയ്യാൻ പോവാം. ഈ മട്ടണകത്ത് വേവിച്ച് വെച്ചേക്കുന്നതിൽ എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 4 പച്ചമുളക്, ഉപ്പ്, ഇഞ്ചി, ഇത്രയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാനതിൽ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ സ്റ്റൂവിൽ മൊത്തത്തിൽ വെളുത്തുള്ളി ഇല്ല. ഇവിടെ ചിലപ്പോൾ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, വീട്ടിൽ അമ്മയും സന്ധ്യയും എല്ലാം. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു പീസ് ഇഞ്ചി ചതച്ചിട്ടത്, ഒരു 4 പച്ചമുളക്, ഉപ്പ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ കാരണം കറിക്കെല്ലാം പിന്നെ ഉപ്പ് ചേർക്കണമുണ്ട്. പിന്നെ മട്ടൺ. ഇനി മട്ടൺ കുക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ, മട്ടൺ ഇവിടെ വീട്ടിൽ ചെയ്യുന്നത്, ഇതിപ്പോൾ 1.5 കിലോ മട്ടനാണ്. മട്ടണിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നമ്മൾ മട്ടൺ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കാൻ വേണ്ടി. കാരണം മട്ടൺ ഒത്തിരി വെള്ളം യൂസ് ചെയ്യുന്നൊരു മീറ്റാണ്. അപ്പം അതിനകത്ത് വേണമെങ്കിൽ ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, അത് പറയുമ്പോഴാണ് ഞാൻ ഇതുപോലെ അമ്മ മട്ടണിൽ വെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞ് വീട്ടിൽ ബോംബെയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഒരു കുക്കർ മട്ടൺ കരിഞ്ഞു പോയി. കാരണം ഞാൻ വെള്ളം ഒഴിക്കേണ്ട എന്നുള്ളത് പൂർണ്ണമായിട്ട് എടുത്തിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല. പക്ഷെ അങ്ങനെയല്ല, വെള്ളം ഒരുപാട് ഒഴിക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം, ബാക്കി മട്ടണിൽ നിന്ന് വന്നോളും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു പ്രാവശ്യം ഫുൾ വിസിൽ കേൾക്കും, അത് കഴിയുമ്പോൾ കുറച്ച് വയ്ക്കും. കുറച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ ഒക്കെ കേട്ട് കഴിഞ്ഞ് പിന്നെ മെല്ലെ അതിന് ഫ്രീ ടൈം കൊടുത്ത്, അത് തന്നെത്താനെ നമ്മൾ വിസിൽ അപ്പ് ചെയ്യുമ്പം സൗണ്ട് കേൾക്കാത്ത ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മെല്ലെ തുറക്കുമ്പോൾ നല്ലോണം വെന്ത മട്ടണായിരിക്കും. കാരണം നമുക്ക് കുറേ കുക്കിംഗ് ടൈമൊന്നും ഇതിനകത്ത് കിടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെന്ത മട്ടണാണ്. ഇപ്പം ഈ മട്ടൺ നമ്മളതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇതിനകത്ത് യൂസ് ചെയ്ത വെള്ളമൊക്കെ ഉണ്ട്. ഈ മട്ടണിനെ കുറച്ച് മട്ടൺ ഇതിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ആക്ച്വലി മട്ടൺ കണ്ടോ, നല്ല പഞ്ഞി പോലെ വെന്തു. നല്ല മട്ടണായിരുന്നു കിട്ടുന്നത്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സമയം നല്ല മട്ടണായിരിക്കും, ചില സമയം മോശമായിരിക്കും. നമ്മൾ ബോംബെയിലൊക്കെ ഉള്ളപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, എപ്പോൾ മേടിച്ചാലും മട്ടൺ അടിപൊളി മട്ടണാണ് അവിടുത്തെ, അല്ലേ? വീട്ടിൽ നമ്മൾക്ക് ഫേവറേറ്റ് ആയിരുന്നു മട്ടൺ. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ കുക്കിംഗ് ഒന്നും ചെയ്യാതെ ആയത്.
അവിടെ വെച്ച് ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. ഇത് ഞാൻ ഒരുപാട് ഇളക്കുന്നില്ല, കാരണം മട്ടൺ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ഇളക്കണ്ട. ഞാൻ എൻ്റെ ടേസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ കേട്ടോ, ഇതിൽ ആഡ് ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടി. ആസ് ഓഫ് നോ എല്ലാം ഓക്കെയാണ്. ഇനി ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാലാണേ, ഫുള്ളുണ്ട്. ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് ഞാനിതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് ഒഴിച്ചേക്കാം അല്ലേ. ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ മീൻസ് എൻ്റെ 2ാം പാലാണ്. ഞാനിത് തവി വെച്ച് ഇളക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇളക്കി. ഇനി അടച്ചു വെക്കണ്ട, ഇത് തുറന്ന് വെച്ച് തന്നെ തിളച്ചോട്ടെ, കാരണം മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം നിങ്ങളെ കാണിച്ചതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിക്കേ, വെള്ളത്തിൻ്റെ അളവ് ഏകദേശം ഇവിടം വരെ ഉണ്ടായിരുന്നത് ഇവിടം വരെ നല്ലോണം കുറുകി. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ഇതിനകത്ത് ഗരം മസാല, ഈ സൈഡൊക്കെ കണ്ടോ, അത്യാവശ്യം ഒരു സ്റ്റൂവിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്ത് ഈ സൈഡിൽ നോക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും, പക്ഷേ ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയാണ്. സ്റ്റൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്തോറും കുറുകുന്ന ഐറ്റംസ് ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണേ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇതിൽ തന്നെ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല എരിവുണ്ട്. നമ്മൾ 8, 4, 12 പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്കതൊക്കെ ആഡ് ചെയ്ത് ഫൈനൽ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗരം മസാല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഫുള്ളിട്ടില്ല, കുറച്ച് നേരം മാറ്റി. എന്നിട്ട് നമുക്കൊന്ന് കലക്കാം, ഇങ്ങനെ ആക്കാം, ഇളക്കാം. എന്നിട്ട് പെരുംജീരകം, എനിക്ക് പെരുംജീരകം ഭയങ്കര ഇഷ്ടമാണ്. പെരുംജീരകം ഏകദേശം 1 ടീസ്പൂണൊക്കെ ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുക്കാം. ഞാൻ ഗ്യാസ് അടുപ്പൊന്നും കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ, നല്ല തീയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് 9-ൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊതുവേ നമ്മൾ മസാലകൾ ആഡ് ചെയ്യുമ്പം ഉപ്പ് കുറച്ച് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മസാല ഇട്ടു. മസാല ഇട്ടപ്പോഴും ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഞാൻ ഉപ്പ് ചേർക്കുവാണേ. ഇത്രയൊക്കെ മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ മെയിൻ സാധനം ചേർത്തിട്ടില്ല, തനിപ്പാൽ ചേർത്താൽ പിന്നെ വേറെ പരിപാടികളൊന്നും നടക്കത്തില്ല. ഇപ്പം ഞാനിത് ഉണ്ടാക്കാൻ എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി കുരുമുളക് ചേർക്കാൻ വേണ്ടി വെച്ചിരുന്നു. പക്ഷെ നല്ലോണം എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഇതിനകത്ത് കുരുമുളക് ആഡ് ചെയ്യുന്നില്ല. ഉപ്പ് കറക്റ്റാ. ഇനി ഇതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന തനിപ്പാൽ ചേർക്കുവാണേ. നല്ല തനിപ്പാൽ നമ്മൾ ചേർത്തു. കണ്ടോ, ഇത് നമ്മൾ വാങ്ങാറായി. തനിപ്പാൽ ചേർത്ത് കഴിഞ്ഞ് വാങ്ങാറായപ്പോഴത്തേക്ക് ആര്യ ലക്ഷ്മി എത്തിയിട്ടുണ്ട്. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. കുക്ക് ചെയ്ത് ഫുഡ് തീരാറാകുമ്പോഴത്തേക്ക് അവരെത്തും. അജിത്തെ നേരെ ബാൻ ചെയ്തോ. ഹായ്, എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡിയായി ആണല്ലേ? ഗുണം ഉണ്ടായാൽ മതിയായിരുന്നു. ബാ, പക്ഷെ നിങ്ങൾക്കിത് ഉണ്ടാക്കി തരുന്നുണ്ട്, എനിക്കെന്താ ഗുണം? ബാ ടേസ്റ്റ് നോക്കാം. കഴിഞ്ഞു. യാ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കുറച്ച് കറിവേപ്പിലേക്ക് ആഡ് ചെയ്തു. ആര്യ വന്നിട്ടുണ്ട്, ഞാൻ ആര്യയെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ.
സെറ്റ്. ഇനി നമുക്ക് ആസ്ഥാന ആളിനെ വിളിക്കാം, അച്ഛൻ. എന്നാ ബാബാ ബാബാ നമുക്ക് ഫുഡായിട്ട് കൈ കഴുകിയോ? കൈ ഇങ്ങനെ പിടിക്കുക. സൂപ്പർ. അച്ഛാ കം ഹിയർ. ഇവരെ കിട്ടുന്നുണ്ട്, ഇവരെ എക്സ്പ്രഷനെ കാണിക്കുന്നവരെ കാണുന്നുണ്ട്. ഇത് അച്ഛനാണ്. ഞാൻ നേരത്തെ അമ്മയുടെ വീഡിയോയിൽ പറഞ്ഞില്ലേ, അച്ഛനാണ് അമ്മയെ കുക്കിംഗ് പഠിപ്പിച്ചത്. കാരണം അച്ഛൻ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അച്ഛൻ കറക്റ്റ് ചെയ്യും. നമുക്ക് അച്ഛൻ്റെ ഒരു കുക്കിംഗ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ അസലായിട്ട് അടപ്രഥമൻ ഉണ്ടാക്കും നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് അടപ്രഥമൻ ഒരു ദിവസം ഉണ്ടാക്കാം. ഇല്ല, എനിക്ക് നാട്ടിലെ ഉരുളിയൊക്കെ വേണം, അവിടെ വന്ന് നിങ്ങൾ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോന്ന്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി ഷൂട്ട് ചെയ്യാനാ. എങ്ങനെയുണ്ടെന്ന് അച്ഛനോട് ചോദിക്കട്ടെ. അയ്യോ, ഇതിനകത്തൊന്നും വരുന്നില്ല അച്ഛാ. യാ, ഗംഭീരമായിട്ടുണ്ട്. ഇത് കഷ്ണമല്ലേ നമ്മൾ കഴിച്ചു നോക്കേണ്ടത്? അത് ഓക്കെ, അതിപ്പോ നമ്മൾ കഴിക്കും. ഓക്കെ ആണോ? അടിപൊളി. പക്ഷെ ഇതൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, ഇത് ആൾക്കാർക്ക് ഇതിങ്ങനെ മനസ്സിലാവുന്ന അടിപൊളിയാന്ന് നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി. വായിൽ വെച്ച് ഉണ്ടാക്കി കുറെ ആൾക്കാർക്ക് കൊടുക്ക്. അതിനല്ലേ ഞാൻ ലക്ഷ്മി അരിയൊക്കെ വളർത്തുന്നത്. സ്ഥിരം ആൾക്കാരുണ്ട്, വളർത്തി ഞാൻ കൊടുക്കുന്നുണ്ട്. സ്ഥിരം ആൾക്കാരുണ്ട്. ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കി അങ്ങോട്ട് വിതരണം ചെയ്യൂ. വെട്ടി വിൽക്കണോ ആശാലേ എന്ന് പറഞ്ഞാല്. കുന്തി കുളിച്ചിട്ട് വന്നിരിക്കുന്നു. യോ, സന്ധ്യ കുളിച്ചിട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ തിരിഞ്ഞു. ഞാൻ ഉണ്ടാക്കുന്ന അത്ര ഇല്ലേലും സൂപ്പറാണ്. അപ്പം എന്തായാലും നമുക്കിനി സന്ധ്യ അപ്പം ഉണ്ടാക്കും. ഞാൻ ടയേർഡായി, പിന്നെ സന്ധ്യ അപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അമ്മ ഇങ്ങനെ നിൽക്കുന്നതെന്നു വെച്ചാൽ നമ്മൾ അമ്മയ്ക്കൊന്നും കൊടുക്കുന്നില്ല എന്നല്ല, അമ്മയ്ക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അമ്മ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കായിരുന്നു, ആയുർവേദം ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് അമ്മ വെജിറ്റേറിയനാണ്. അമ്മയ്ക്ക് അല്ലെങ്കിൽ മട്ടൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാവമ്മ. ഇത്രയും സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്രയും വിശപ്പോടുകൂടി ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സാധാരണ എല്ലാ ദിവസവും എനിക്ക് കഴിക്കാൻ പറ്റാറില്ല, എനിക്ക് വിശപ്പൊന്നും കാണത്തില്ല, എൻ്റെ വിശപ്പെല്ലാം കെട്ടുപോകും. ഇത് ഞാൻ വിശന്ന് പണ്ടാറടങ്ങി സ്വിമ്മിങ്ങും കഴിഞ്ഞ് ചാവാറായിട്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് കഴിച്ചു. സായിക്കുട്ട, പ്ലീസ് കം ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഡിഡ് യു ലൈക്ക് ദ മട്ടൺ സ്റ്റൂ. സായിക്കുട്ടൻ ദേ സ്കൂളിൽ നിന്ന് വന്നു. കൈ കഴുകിയോ? കഴുകിയിട്ട് വാ. ഗുഡ് ബോയ്. സ്മാർത്ഥമായിട്ട് അഭിപ്രായം നീ പറയണം. നല്ല അടിപൊളി ഫുഡാ. അപ്പമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കറിയാ. സായി കുറച്ച് കഴിച്ചിട്ടോ, അവന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ മാറ്റിയതാ. സായിക്കുട്ടന്റെ വേസ്റ്റ് മൊത്തം ഈ പാത്രത്തിനകത്തോട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ വീഡിയോ എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ കാര്യമുണ്ട്, അവൻ കഴിക്കുന്നത് നീറ്റായിട്ട് കഴിക്കാൻ. അതെ, അവൻ നേരത്തെ വീഡിയോ എടുത്തപ്പം അവൻ നേരത്തെ വീഡിയോ എടുത്തപ്പം കുറച്ച് മട്ടൺ എടുത്തിട്ട് പിന്നെ പറയാ, ആ പാത്രം ഇങ്ങോട്ട് തന്നെ എനിക്കങ്ങോട്ട് ആ വീഡിയോ ഓണായതുകൊണ്ട് അങ്ങോട്ട് ശരിക്കും കുഴിച്ചങ്ങ് എടുക്കാൻ പറ്റിയില്ലെന്ന്. എന്നിട്ട് ഒരു കാര്യം കഴിക്കാൻ പറ്റും. അവനത്ര കഴിച്ചു എന്ന് പറയുന്നത് അവനത്ര ഇഷ്ടപ്പെട്ടു. അവനത് പറയണ്ടേ. ഇതിനകത്തിപ്പോ നമ്മള് പറഞ്ഞു പെപ്പർ ഇട്ടിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ പെപ്പറിന്റെ ഒരു സ്വാദ് എൻഹാൻസ് ചെയ്യും കേട്ടോ, ഉറപ്പായിട്ടും. പക്ഷെ മുളക് നിങ്ങൾ 2-3 എണ്ണം കുറച്ചിട്ട് പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ഭയങ്കര, പെപ്പറിന്റെ ഫ്ലേവർ ഭയങ്കര നല്ലതാണ്. പച്ചമുളകിന്റെ ഫ്ലേവർ വേറെ ഫ്ലേവറാണ്. ഇവിടെ ഇരിക്കടൂ, അവിടെ ഇട്ടിരുന്നോ, അവൾ എണീറ്റല്ലോ. അപ്പം പെപ്പറിന്റെ ഫ്ലേവർ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണല്ലോ ഞാനിങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് എനിക്ക് അങ്ങനെ കുക്കിംഗ് അങ്ങനെ ഇത്ര ഇതെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ പച്ചമുളക് ചില എരിവ് നല്ലോണം ഉണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും കഴിക്കാൻ പറ്റുന്ന ലെവലായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. എങ്ങനെ
അല്ല, കുരുമുളക് പൊടി എന്ന് പറയുന്നത് മറ്റേ ചോപ്പ് മുളക് പൊടി പോലെ അല്ല, അതിന് പച്ചമണം ഇല്ല. കുരുമുളക് പൊടിക്ക് എപ്പോഴും നമ്മൾ ലാസ്റ്റിലായിരുന്നു എന്ത് കറി ഉണ്ടാക്കിയാലും. ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ പൊതുവെ ലാസ്റ്റിലേ ഇടാൻ പാടുള്ളൂ. കുരുമുളക് പൊടി കുക്ക് ചെയ്യാൻ അറിയാൻ വയ്യല്ലോ, അപ്പൊ പിന്നെ കാരണം കുരുമുളക് പൊടി എന്ന് പറയുന്നതിന് ഒരു അതിന്റെ ഒരു ഫ്രേഗ്രൻസ് ഉണ്ട്. ഗരം മസാല അത് ലാസ്റ്റ് ഇടാം. എന്തിനായാലും ആദ്യം ഇച്ചിരി ഇട്ട് മിക്സ് ചെയ്യാം. പിന്നെ വേറൊരു ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറി വെച്ചതിന്റെ ഒരു മണം വരും. പിന്നെ അതുപോലെ അച്ഛാ മസാല ചേർക്കുമ്പോൾ ഒരു പൊടി, ഗരം മസാലയ്ക്കകത്ത് ഉപ്പൊന്നും ഇല്ല, പക്ഷെ ചേർക്കുമ്പോൾ ഒരു പൊടിക്ക് നമ്മുടെ കറിയുടെ ഉപ്പൊന്ന് എൻഹാൻസ്ഡ് കുറച്ചൊന്ന് കൂടും. അച്ഛനത് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും. അതുകൊണ്ട് നമ്മൾ ഈ ഗരം മസാലയും കൂടെ ചേർത്തിട്ടേ ഫൈനലായിട്ട് നമ്മൾ ഉപ്പ് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഗരം മസാല ചേർക്കുമ്പോൾ എന്തോ എനിക്കറിയില്ല, അവരോട് ഇഷ്ടം ഉപ്പിന്റെ അളവ് ചിലർക്ക് ഉപ്പ് പോരാൻ തോന്നുന്നത് ചിലപ്പോൾ നമുക്ക് മതിയാവും. അതെ. അപ്പൊ അങ്ങനെ വളരെ വിജയകരമായി ഞാൻ ഇത്രയും എപ്പിസോഡ്സ് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്നാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആയത്. കാരണം നമ്മൾ ഈ 1.5 കിലോ മട്ടൺ വാങ്ങിച്ചിട്ട് ഇനി സന്ധ്യയും മനോജും കഴിക്കാനുള്ളൂ. ഇത്രയും മട്ടൺ ഭാഗ്യമുള്ളൂ അവർക്ക്. പക്ഷെ കുഴപ്പമില്ല, അവർക്കൂടെ കഴിക്കാനുള്ളത് തികയും അല്ലേ. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ നമ്മുടെ മട്ടൺ സ്റ്റ്യൂ അടിപൊളിയായിരുന്നു. ഡെഫിനറ്റ് ആയിട്ടും ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. ഞാൻ ഫുൾ കോൺഫിഡൻസിൽ പറയാം, എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബിലെ എല്ലാ വ്യൂവേഴ്സിനും എല്ലാ മലയാളികൾക്കും മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.